ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഹായ്. ഇന്ന് ഘരേലു സമസ്യ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇതെല്ലാം ഹിന്ദിയിലും മലയാളത്തിലും ഡിസ്കസ് ചെയ്യുന്ന കേൾക്കാം കേട്ടോ. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് ഫ്രണ്ട്സ്, ദിൽഷ അവളുടെ കൂട്ടുകാരി ലീനയോട് ഒരു ദിവസം വീട്ടിലെ പ്രശ്നം കാരണം അവളുടെ വീട്ടിൽ തങ്ങാനുള്ള സമ്മതം എടുക്കുന്നു. ഞാൻ നിന്റെ വീട്ടിൽ വന്നോട്ടെ, ഞാൻ നിന്റെ വീട്ടിൽ താമസിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് സമ്മതാക്കിയതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു വഴക്ക് കാരണം അമ്മ വീട് വിട്ടു പോയതും, അപ്പം വീട്ടിന്റെ അന്തരീക്ഷം മോശമായപ്പോൾ അവൾ ഫ്രണ്ടിന്റെ വീട്ടിൽ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. അപ്പൊ അന്നത്തെ ഒരു ദിവസം അവൾക്ക് വീട്ടിൽ നിന്ന് മാറിയിട്ട് താമസിക്കണം, അച്ഛൻ്റെ കൂടെ താമസിക്കാൻ താല്പര്യം വരുന്നില്ലെന്ന് അമ്മ വീട്ടിലില്ല താനും. അപ്പം ഫ്രണ്ടിനോട് ചോദിക്കുന്നതാണ്, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് താമസിച്ചോട്ടെ. ഫ്രണ്ട് പറഞ്ഞു കേട്ടോ. ദിൽഷ അച്ഛന് ഫോൺ ചെയ്തു. ദിൽഷാനെ അപ്പനെ പിതാക്കോ ഫോൺ ചെയ്യാ. കാരണം ലീന പറഞ്ഞിട്ടുണ്ട്, നീ അച്ഛനോട് പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന്, വീട്ടിലല്ലെങ്കിൽ പ്രശ്നമാവല്ലോ കാണാതിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അച്ഛനോട് സമ്മതം ചോദിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ദിൽഷ ഫോൺ ചെയ്തതാണ്. ദിൽഷാനെ പിതാക്കോ ഫോൺ ചെയ്യാ. ദിൽഷാനെ എന്ന് പറഞ്ഞാൽ ദിൽഷ തന്നെ, പിതാക്കോ അച്ഛന്, ഫോൺ ചെയ്യാ എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്തു. ദിൽഷാനെ പിതാക്കോ ഫോൺ ചെയ്യാ, ദിൽഷ അച്ഛന് ഫോൺ ചെയ്തു. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ലേക്കിൻ ഫോൺ നെഹി ഉടാത്ത. ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേന്ന് കേട്ടോ. ഒരു പക്ഷേ എന്ന് പറയുന്നതിനും വെറും പക്ഷേ എന്ന് പറയുന്നതിനും ഒക്കെ ലേക്കിൻ പറയാ. ഫോണിനെ ഉടാത്ത, അച്ഛൻ എടുക്കുന്നില്ല. നെഹു ഉടാത്ത എന്ന് പറഞ്ഞാൽ എടുക്കുന്നേ ഇല്ല. ഉടാന എന്ന് പറഞ്ഞാൽ എടുക്കുക. ഓക്കെ, എടുക്കുക, എഴുന്നേൽപ്പിച്ച് നിർത്തുക, അതിനൊക്കെ നമുക്ക് ഉടാന എന്ന് പറയാം. നെഹി ഉടാത്ത എടുക്കുന്നില്ല. ലേക്കിൻ ഫോണിനെ ഉടാത്ത എങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ അച്ഛനോട് സംസാരിക്കണം, പെർമിഷൻ വാങ്ങണം. ഫോൺ ചെയ്തെങ്കിൽ അവർക്ക് ഫോൺ ചെയ്തിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാം. അപ്പൊ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ഇനിയിപ്പം അച്ഛൻ്റെ അടുത്ത് പോയിട്ട് സമ്മതം വാങ്ങിക്കണ്ട. അല്ലാതെ രാത്രി അച്ഛൻ തപ്പി നടക്കില്ലേ. അച്ഛൻ ബോധത്തിൽ വരുമ്പോ എന്തായാലും മകളെ തപ്പല്ലോ. ദിൽഷ ലീനയോട്, ദിൽഷ ലീനാസെ. അപ്പം ദിൽഷ ലീനയോട് പറയും. ഈ രണ്ട് ഫ്രണ്ട്സും തമ്മിലാണ് സംഭാഷണം നടന്നുകൊണ്ടിരുന്നത്. ദിൽഷയുടെ വീട്ടിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവള് അച്ഛൻ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഇവളോട് പറയായിരിക്കും. ഞാൻ വീട് വരെ പോയിട്ട് വരാം. മേ ഘർ ഹോക്കർ ആത്തി ഹും. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, വീട്, ഘർ, ഹോക്കർ വീട് വരെ പോയിട്ട് വരുന്നതിനാണ് ആത്തി ഹും എന്ന് പറഞ്ഞാൽ വരാന്ന്. ഓക്കെ, ഘർ ഹോക്കർ എന്ന് പറഞ്ഞാൽ വീട് വരെ പോയിട്ട്, വീട്ടിൽ ചെന്നിട്ട്. ഘർ ജാക്കർ എന്നും പറയട്ടോ അവിടെ. മേ ഘർ ജാക്കർ ആത്തി ഹും, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. ഘർ ഹോക്കർ ആത്തി ഹും, വീട് വരെ ഒന്ന് നോക്കിയിട്ട് വരാം, അല്ലെ പോയിട്ട് വരാം, അങ്ങനെയൊക്കെ പറയാം. കുറെ രീതികളിൽ ഒരേ സെന്റൻസ് തന്നെ പറയാലോ. മലയാളത്തിലുണ്ടല്ലോ ആ രീതികളൊക്കെ. ഞാൻ വീട്ടിൽ പോയിട്ട് വരെ, ഞാനിന്ന് വീട് വരെ പോയിട്ട് വരെ, അങ്ങനെ പല രീതിയിലും നമുക്കൊരു സെന്റൻസ് പുട്ടപ്പ് ചെയ്യാം അല്ലെ. മേ ഘർ ഹോക്കർ ആത്തി ഹും, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. ശരി, പോയിട്ട് വാ. ടീക്കെ ജാക്കർ ആ ജാओ. ശരി എന്ന് പറയുന്നതിന് ടീക്കെ പലവട്ടം പറഞ്ഞാണ്. ജാക്കർ ആ ജാओ ഇതും പലവട്ടം പറഞ്ഞ പോയിട്ട് വാ. ജാക്കർ പോയിട്ട്, ആ ജാओ പോയിട്ട് തിരിച്ചു വാ. ടീക്കെ ജാക്കർ ആ ജാओ. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സെന്റൻസുകളാണ്. പെട്ടെന്ന് വരണേ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ജൽദി ആന, മേ ഇധർ ഹി ഇന്തസാർ കരൂങ്കി. ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ജൽദി ആന പെട്ടെന്ന് വരണേ. മേ ഇധർ ഹി, ഞാൻ, മേ എന്ന് പറഞ്ഞാൽ ഞാൻ, ഇധർ ഹി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ. ഇവിടെ എന്ന് പറയണേ ഇധർ തന്നെ, ഇധർ ഹി. ഇന്തസാർ കരൂങ്കി, വെയിറ്റ് കരൂങ്കി, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ഇന്തസാർ കരണ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാണ്, ആരെങ്കിലും കാത്തിരിക്കുന്നതിനൊക്കെ നമുക്ക് ഇന്തസാർ കരണ എന്ന് പറയാം. ഇധർ എന്ന് പറഞ്ഞാൽ ഇവിടെ. ഹി ഞാൻ പറഞ്ഞു തന്നെ. അവര് ഏതെങ്കിലും ഒരു സെന്റൻസിനെ എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടും പോവില്ല, വീട്ടിലേക്കൊന്നും പോവില്ല, ഞാൻ ഈ ഏരിയയിൽ തന്നെ ഉണ്ടാവും, അത് പറയാനാണ്. ജൽദി ആന, മേ ഇധർ ഹി ഇന്തസാർ കരൂങ്കി. ദിൽഷ വീട്ടിലെത്തിയപ്പോൾ, അപ്പം ദിൽഷ ഇതും പറഞ്ഞിട്ട് വീട്ടിലെ അച്ഛനോട് ബൈ പറയാൻ പോയതാ. പിന്നെ അവർക്ക് എന്തെങ്കിലും എസെൻഷ്യൽ സാധനങ്ങൾ, രാത്രി ഉറങ്ങാനുള്ളത്, രാവിലെ പലതേക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കാനും ഉണ്ടാവുമല്ലോ. മറ്റൊരാളെ വീട്ടിൽ താമസിക്കുമ്പം അത്യാവശ്യ പേഴ്സണൽ തിങ്സ് നമ്മൾ കൊണ്ടുപോകണം. ദിൽഷ വീട്ടിലെത്തിയപ്പോൾ, ജബ് ദിൽഷ ഘർ പहुंची. ദിൽഷ വീട്ടിലെത്തിയപ്പോൾ എന്ന് പറയണമെങ്കിൽ ദിൽഷ എന്ന് പറഞ്ഞാൽ അവളുടെ പേര് തന്നെ അതിലൊരു മാറ്റമില്ല. ഘർ വീട്, പहुंची വീട്ടിലെത്തിയപ്പോൾ. പहुंचന എന്ന് പറഞ്ഞാൽ എത്തുക. ജബ് പहुंची എത്തിയപ്പോൾ. ജബ് അപ്പുറത്തും ഇപ്പുറത്തും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചാണ് അതിന്റെ മീനിങ് വരുന്നത്.
അച്ഛൻ സോഫയിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവള് വീട്ടിൽ പോയി കണ്ട കാഴ്ചയാണ് പിതാജി സോഫെ പർ ബൈഠെ കുച്ച് സോച്ച് രഹേ ഹെ. പിതാജി അച്ഛൻ സോഫയിൽ ബൈഠെ ഇരുന്നിട്ട് കുച്ച് എന്തോ എന്തോ ചിലത് സോച്ച് രഹേ ഹെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. സോച്ചിനെന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു കലഹമൊക്കെ ഉണ്ടായി അമ്മയൊക്കെ പോയതാ, ഇയാള് കള്ളൊക്കെ കുടിച്ചിരിക്കുകയാണ് കുറച്ച്, എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, ഒരു സങ്കടം, ദേഷ്യം, ഒരു വേവലാതിയൊക്കെ ഉണ്ടാവും. ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചു പോയല്ലോ. അപ്പൊ എന്തോ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്താണ് അയാൾ ചിന്തിക്കുന്നുള്ളത് അയാൾക്ക് മാത്രം അറിയാം അല്ലെ. അപ്പം പിതാജി സോഫേ പർ ബൈഠെ കുച്ച് സോച്ച് രഹേ ഹെ. അച്ഛൻ സോഫയിൽ ഇരുന്നു കൊണ്ട് എന്തോ ചിന്തിച്ചിരിക്കുന്നു. ഇവള് പോയപ്പം കണ്ട കാഴ്ചയാണ് ഇവള് പറയുന്നത്. അതെ, അടുത്ത് തന്നെ മേശയിൽ കള്ളുകുപ്പിയും വെള്ളവുമുണ്ട്. അടുത്ത് തന്നെ എന്നുള്ള ലാസ്റ്റ് വീഡിയോയിൽ ഞാനിത് പറഞ്ഞാണ്. ബഗൽമേ അല്ലെ പാസ് ഹി എന്നും പറയട്ടോ. ബഗൽമേ എന്ന് പറയാ, പാസ് എന്നും പറയാ. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത, പാസ്മേ അടുത്തടുത്ത്, ബഗൽമേ അടുത്ത്. മേജ് പർ മേശപ്പുറത്ത്, മേജ് എന്ന് പറഞ്ഞ മേശ, മേജ് പർ മേശപ്പുറത്ത്. ടോഫു ഔർ പാനിക്ക് ഏക് ബോട്ടിൽ ബി ഹെ. ടോഫു എന്ന് പറഞ്ഞാൽ കള്ളാണ് കേട്ടോ. ഔർ പാനിക്ക് ബോട്ടിൽ, ബോട്ടിലിന് ബോത്തൽ എന്നാ പറയാ. ബോത്തൽ എന്ന് പറഞ്ഞാൽ ബോട്ട്, ബോത്തൽ ബി ഹെ ബോട്ടിലും ഉണ്ട്. ടോഫു എന്ന് പറയുന്നത് കള്ളാന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഒക്കെ ചെത്തിയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു കള്ളില്ലേ, വീട്ടിൽ നിന്ന് തന്നെ ചെത്തിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കള്ള്, അതിനാണ് ടോഫു എന്ന് പറയുന്നത്. ആക്ച്വലി മറ്റേ ചാരായം, നാടൻ ചാരായത്തിന് ദാരു എന്നാണ് കേട്ടോ പറയാ. ചാരായ കണ്ടന്റ്, അതിൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും, ആൽക്കഹോളിന്റെ ക്വാണ്ടിറ്റി, എത്തനോളിന്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതാണ്. നോർമൽ ലിക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദാരു എന്നാണ് ഇതിന് പറയാ. ഈ ടോഫു എന്ന് പറയുന്നത് ആൽക്കഹോളിന്റെ കണ്ടന്റ് കുറച്ച് കുറവായിരിക്കും. അപ്പൊ അച്ഛൻ മകളെ കണ്ടപ്പോൾ ജബ് പിതാനെ ബേട്ടിക്കോ ദേഖ. ജബ് പിതാനെ അച്ഛൻ ബേട്ടിക്കോ മകളെ ദേഖ കണ്ടപ്പോൾ. ജബ് ദേഖ എന്ന് പറഞ്ഞാൽ ജബും ദേഖയും കണ്ടപ്പോഴാണ് കണ്ടപ്പോൾ എന്നായി വരുന്നത്. അല്ലെങ്കിൽ വെറും ദേഖ എന്ന് എഴുതുകയാണെങ്കിൽ കണ്ടു എന്നാ. ജബ് ദേഖ കണ്ടപ്പോൾ. അത് അപ്പുറം ഇപ്പുറം എഴുതുന്നതാണ് സെന്റൻസിന്റെ ഒരു രീതി. ഓക്കെ, ജബ് പിതാനെ ബേട്ടിക്കോ ദേഖ. അച്ഛൻ മകളെ കണ്ടപ്പോൾ. ജബ് അപ്പോൾ എന്നുള്ള അർത്ഥം, പിതാനെ അച്ഛൻ. അപ്പോ നീ ഇങ്ങ് വന്നല്ലേ. തബ് തോ തും ഇധർ ആ ഗയി ന. അപ്പോ തബ് തോ നീ തും ഇങ്ങ് വരിക എന്ന് പറഞ്ഞാൽ ഇതറാന. ഇങ്ങ് വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ. ഇങ്ങെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടെ വന്നല്ലോ, നീ ഇവിടെ വന്നു അല്ലേ, നീ ഇവിടെ വന്നു അല്ലേ. തും ഇധർ ആ ഗയി ന. തും ഇധർ ആ ഗയി ന. അതൊക്കെ ഒരു പാറ്റേണില്, ഹിന്ദിയുടെ ഒരു പാറ്റേണിൽ അങ്ങ് പോകുന്ന സെന്റൻസ് ആയിട്ടോ. ഞാൻ ഓർത്തു നീ അമ്മയുടെ കൂടെ പോയെന്ന്. മേനെ സോച്ച തും അപ്പനി മാ കെ സാത്ത് ഗയി ഹോഗി. മേനെ സോച്ച, മേനെ എന്ന് പറഞ്ഞാൽ ഞാൻ, സോച്ച വിചാരിച്ചു അല്ലെങ്കിൽ ചിന്തിച്ചു, ഞാൻ അനുമാനിച്ചു. തും അപ്പനി മാ കെ സാത്ത് നീ നിന്റെ അമ്മയുടെ കൂടെ. തും അപ്പനി, തും തുമാരെ മാതാക്കെ സാത്ത്. മാഞ്ചി എന്ന് പറയാ, മാ എന്ന് പറയാം, മാതാ എന്ന് പറയാം, ഓക്കെ, മമ്മി എന്ന് പറയാം. കെ സാത്ത് അമ്മയുടെ കൂടെ പോയി എന്ന്. ഗയി ഹോഗി അങ്ങനെ ഞാൻ വിചാരിച്ചു, നീ നിന്റെ അമ്മയുടെ കൂടെ പോയെന്ന് ഞാൻ വിചാരിച്ചു. മേനെ സോച്ച തും അപ്പനി മാ കെ സാത്ത് ഗയി ഹോഗി. കെ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, ഒരാളെ കൂടെ പോകുന്നതിനോ എന്തിൻ്റെങ്കിലും കൂടെ ചെയ്യുന്നതിനാണ് കെ സാത്ത്. ഓക്കെ, ഞാൻ നീ നിന്റെ അമ്മയുടെ കൂടെ പോയെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അല്ലേലും സ്നേഹമുള്ള മക്കൾ ഇങ്ങനെയാ. അതിപ്പോ അയാൾ വിചാരിച്ച് ഇയാളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവൾ ഓടി വന്നതെന്ന്. വൈസേബി അല്ലേലും, അല്ലെ അങ്ങനെ, അല്ലെങ്കിലും അല്ലേലും ഒക്കെ പറയുന്നത് തന്നെ. പ്യാരെ ബച്ചെ തോ ഐസേ ഹി ഹോത്തേ ഹെ. പ്യാരെ ബച്ചെ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള കുട്ടികൾ. ഐസേ ഹി ഹോത്തേ ഹെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അല്ലെങ്കിലും സ്നേഹമുള്ള കുട്ടികൾ ഇങ്ങനെ തന്നെ, അല്ലെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ സെയിം തന്നെയാ. ഈ രീതിയിലായിരിക്കും പറഞ്ഞാൽ അവള് വന്ന പോലെ തിരിച്ചു വരും. അച്ഛനോട് സ്നേഹമുള്ള മക്കള് എത്ര ബഹളം കൂടി പോയാലും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. അത് അവളെ നിന്ന് പോഴ്ത്തുകയാണ് അയാള്. പക്ഷെ അത് പോഴ്ത്തിയത് വെറുതെ പോയി, അവൾ അതിനല്ല വന്നത് അല്ലെ. വൈസേബി പ്യാരെ ബച്ചേത്തോ ഐസേഹി ഹോത്ത. അങ്ങനെ തന്നെ ഉണ്ടാവുക, നല്ല സ്നേഹമുള്ള കുട്ടികളും ഇങ്ങനെ തന്നെ ഉണ്ടാവുക. അവൾ എന്നെ ധിക്കരിച്ചു പോയതാണ്. ഇവിടെ അവൾ എന്ന് പറയുന്നത് ഭാര്യയെ പറ്റിയാണ് കേട്ടോ. അയാളുടെ ഭാര്യ പോയില്ലേ, അവൾ എന്നെ ധിക്കരിച്ചു പോയതാണ്. വോ മേരെ സാത്ത് ബത്തമീസി കർക്കെ ഗയി ഹെ. ഇത് നിങ്ങൾക്കൊരു പുതിയ വേർഡായിരിക്കും, ബത്തമീസി. ബത്തമീസി എന്നാണ് എഴുതുക. ദായും തായും കൂട്ടി എഴുതുക, പക്ഷെ അത് കൂട്ടിയിട്ട് വായിക്കണം നമ്മൾ. ബത്തമീസി, ആ രണ്ടാമത്തെ ദ നമ്മൾ കേൾക്കാൻ പാടില്ല. ബത്തമീസി കർക്കെ ഗയെ. ബത്തമീസി കർന്ന് പറഞ്ഞാല് ധിക്കരിച്ചു പോകുന്നതിനാ. നമ്മളെ അനുസരിക്കാതെ തർക്കുത്തരം പറഞ്ഞിട്ടോ അല്ലെ ബഹളം വെച്ചിട്ടോ ഒക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഈ വീട് ഉപയോഗിക്കാം. ബത്തമീസി കർക്കെ ഗയെ.
അവളില്ലെങ്കിൽ എന്താ, നമുക്ക് അടിച്ചു പൊളിക്കുക. ഇപ്പൊ മോളെ ബട്ടർ ഇടുകയാണ് ഇയാള്, മോളെ ഒന്ന് മിനുക്കി എടുക്കുക. അവളില്ലെങ്കിൽ എന്താ, ബോനിയെ തോക്ക, അവളില്ലെങ്കിൽ എന്താ, ബഹുനിയെ തോക്ക, ചലോ ഹം ജശ്ന മനാത്തെ ഹെ, നമുക്ക് അടിച്ചു പൊളിക്കാം. ജശ്ന മനാന എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേർഡാണ് ഹിന്ദിയില് ജശ്ന മനാന. ജശ്ന മനാന എന്ന് പറഞ്ഞാൽ ഒരാളില്ലാത്ത, അല്ല ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അഭാവത്തിൽ നമ്മൾ അടിച്ചു പൊളിച്ച് അവരെ കാണിച്ചു കൊടുക്കുക. ഇല്ല, നിങ്ങൾ മാത്രമല്ല ഞങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റുന്നുള്ള. അത് മാത്രമല്ല, അഭാവത്തിൽ ചെയ്യണമെന്നില്ല, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ലോട്ടറി ഒക്കെ അടിച്ചാലും നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലെ. ജശ്ന മനാന എന്ന് പറഞ്ഞാൽ അത്യധികം സന്തോഷമുള്ള ഒരു മുഹൂർത്തം ആഘോഷിക്കുന്നതിനാ പറയാം. ദിൽഷ ദേഷ്യത്തോടെ അച്ഛനോട്, അപ്പൊ ദിൽഷയ്ക്ക് ഇത് കേട്ടപ്പോ ദേഷ്യം വന്നു. അവർക്ക് അമ്മയോട് ഇയാൾ ചെയ്തതിൽ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്. ദിൽഷ ഗുസ്സാസെ അപ്നാ പിതാസെ, ദിൽഷ ഗുസ്സാസെ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ, ഗുസ്സാസെ ദേഷ്യത്തോടെ, അപ്പനെ പിതാസെ സ്വന്തം അച്ഛനോട്. ഇതിൽ ഗുസ്സ എന്ന് പറയുന്ന വേർഡ് ഒരിക്കലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ വീഡിയോ പണ്ട് കണ്ടവർക്ക് ഈ വേർഡ്സ് ഒക്കെ ഫെമിലിയർ ആയിരിക്കും, അല്ലാത്തവർക്കൊക്കെ ഇത് പുതിയതായിരിക്കും. ഓക്കെ. ദിൽഷ ഗുസ്സാസെ അപ്പനെ പിതാസെ, ദേഷ്യത്തോടെ അച്ഛനോട്. അപ്പൊ ഇത്രയും നേരം അവള് കേട്ടിരുന്നു, അച്ഛൻ പറയും നമുക്ക് ആഘോഷിക്കാം, അവള് ധിക്കരിച്ച് പോയതല്ലേ ഇതൊക്കെ. അച്ഛാ, ഞാൻ ഈ കിന്നാരം കേൾക്കാൻ വന്നതല്ല. പപ്പ മേ യേ മീട്ടി ബാത് സുന്നെ നീ ആയ. കിന്നാരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഒരാൾ വേണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കൊഞ്ചുക, നമുക്ക് ഇഷ്ടമല്ലാത്ത സമയത്ത്, അതിനാണ് നമ്മൾ കിന്നാരം എന്ന് പറയില്ലേ. നമുക്ക് താല്പര്യമില്ല, അയാള് നമ്മളെ കൊഞ്ചിക്കാൻ നോക്കുക, ആവശ്യമില്ലാതെ കൊഞ്ചിക്കുക, അപ്പം കിന്നാരം എന്ന് പറയാം. പപ്പ മേ യേ മീട്ടി ബാത്ത്, മീട്ടി ബാത്ത് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് കിന്നാരത്തിനെയാണ് കേട്ടോ. സുന്നേനിയായ കേൾക്കാൻ വന്നതല്ല. സുന്നയായ എന്ന് പറഞ്ഞാലോ കേൾക്കാൻ വന്നതാണ്. സുന്നേനിയായ എന്ന് പറഞ്ഞാല് കേൾക്കാൻ വന്നതല്ല. ആയിഹും അത് അവള് പെൺകുട്ടി ആയതുകൊണ്ട് കേട്ടോ. പാപ്പാ മേ യേ മീട്ടി ബാത്ത് സുന്നേനി ആയിഹും, ഈ മീൻസ് കിന്നാരം കേൾക്കാനല്ല ഞാൻ വന്നത്. അവള് ചോദിച്ചിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാൻ വന്നതല്ലേ. ബാക്കി നാളെ, ബാക്കി കൽ. ഓക്കെ. ഇഷ്ടപ്പെടുമെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ